ഗൈസ്, അപ്പം നമ്മുടെ ഇന്നലത്തെ ബാക്കി വീഡിയോ ആണ്. പിറ്റേ ദിവസം ആറ്റുകാൽ ദേവിയുടെ പൊങ്കാലയുടെ ദിവസമാണ്. അപ്പം രാവിലെ ആയിട്ടുണ്ട്, മണി ഇപ്പം 7:15 ഇപ്പം ഞാൻ ബാക്കി പരിപാടികൾ തുടങ്ങാൻ പോവുകയാണ്. നമ്മുടെ മണ്ടപ്പറ്റും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള പരിപാടിയാണ്. അപ്പം ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം എന്തൊക്കെയാണ്. ഞാനിപ്പം കുളിച്ചു റെഡി ആയിട്ടിരിക്കുന്നേ ഉള്ളൂ, തലയൊക്കെ കെട്ടാനുണ്ട്. അപ്പം ഞാൻ ഇവിടുത്തെ ആൾക്കാരൊക്കെ എന്തൊക്കെ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാവേ. എന്തേലമ്മ ചെയ്യണ ഇതേ തെരലേക്ക് പറ അങ്ങോട്ട്. മണ്ടപ്പുറ്റിനിടാ തേങ്ങ ഇടണം. തേങ്ങ എടുക്കും. ഇതാണ് ഞാൻ ഇന്നലെ വരുമെന്ന് പറഞ്ഞ അമ്മ. ഹായ് പറഞ്ഞോ? കണ്ട ഇങ്ങനെയാണ് ഹായ് പറയും. അമ്മ ഒരു ഹായ്. ആ ഒരു ചേട്ടാ അവിടെ ഇങ്ങനെ ഓ ഉണ്ട് ഗൈസ് ആൾക്കാര്. ഓ കൊണ്ടോട് വലിയ ആളിരിക്കാം. മാമി ഇവിടെ ഭയങ്കരമായ ജോലിയിലാണ്. ജോലി ഇത് കാണിക്കാൻ വേണ്ടി 2 കലം പൊക്കി കാണിച്ചിട്ടുണ്ട്. അല്ലെങ്കിലും ജോലിയാണ് പാവം. ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല, അറിഞ്ഞിട്ടോ ഇല്ല. ഇനി കുളിക്കാൻ പോണതേ ഉള്ളു. ഇന്നലെ നിന്ന് അതേ രൂപത്തിലാണ് നിക്കണത്. അതേ ഡ്രസ്സിലാണ്, സോറി അതേ ഡ്രസ്സിലാണ് ഇരിക്കുന്നത്. ഡ്രസ്സിലാണ് ഇരിക്കുന്നത്. പിന്നെ എന്തോന്നു എന്തൊക്കെ വച്ചല്ലേ നമ്മള്. ഇവിടെ സാമ്പാറൊക്കെ വെച്ച് നമ്മളിവിടെ അന്നദാനത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ സാമ്പാർ, അവിയൽ, തോരനൊക്കെ വെച്ച് ഇതിന്റെയൊക്കെ വീഡിയോ ഫുള്ളായിട്ട് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. യാ മാമി ഉണ്ടെന്നാ? അങ്ങനെ അതല്ല ഞാൻ മാമി ആദ്യം കാണിച്ചത്. ഓക്കെ, പിന്നെ നമ്മൾ അന്ന് കാണിച്ചിരുന്ന കായലാണ്. ഇത് കായലല്ല, ആറാണിത്. ആറ്റുലമ്മയുടെ സ്വന്തം ആറാണിത്. ഇതുവഴിയാണ് വന്നത്. എനിക്കിതിന്റെ കഥകളൊന്നും അറിഞ്ഞൂടാ, പക്ഷെ മാമിക്ക് അറിയാം. മാമി സൗകര്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അവിടെ 2 ആൾക്കാർ നിൽക്കുന്നുണ്ട്. എനിക്ക് എത്രയാണ് അറിഞ്ഞൂടാ. ഇതാണ് സെക്കൻഡ് വ്ളോഗറാണിത്. ഇവിടെ ഒരാളുണ്ട്, നല്ല കുട്ടിയായിട്ടാണ് വന്നിരിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ ജോലി. മറ്റേതാണ് നമുക്കതാണ് സ്പീഡ്. ഇത് ഇതിനമ്മ കാണിക്കണ അതില് വരാം. അപ്പോൾ എനിക്ക് പായസത്തിനുള്ള ശർക്കരയും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ചെയ്ത് തീർക്കാൻ തന്നെ കുറേ സമയം എടുത്തു കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ ചേച്ചിയും കൂടിയാണ് ചെയ്തത്. പകുതി അവൾ ചെയ്തു, പകുതി ഞാൻ ചെയ്തു. അപ്പോൾ ഏകദേശം അതിൻ്റെ കാര്യം കഴിഞ്ഞ കേട്ടോ. അപ്പം ഗൈസ് ഇവിടെ ഓൾറെഡി ഓൾമോസ്റ്റ് എല്ലാം ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഓരോരുത്തരും ഓരോ ദിക്കുമാണ്. ഒരാളിതാ ചട്ടിയും കലവുമായിട്ട് നടക്കുന്നുണ്ട്. ചട്ടിയും കലവുമായിട്ടൊക്കെ നടക്കുന്നു. ചായ അങ്ങനെ ഇരിക്കുകയാണ്. ശർക്കരയുടെ കേസൊക്കെ കഴിഞ്ഞു. അമ്മ ഇവിടെ വരവരോട് വരവരാണ്. ഗൈസ് ഇവിടെ മണ്ടപ്പുറ്റൊക്കെ നമ്മൾ തെരളിയൊക്കെ നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി ഇതാ എല്ലാ ചട്ടികളും കുട്ടികളൊക്കെ റെഡിയാണ്. ഇവിടുത്തെ വിളക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മണ്ടപ്പുറ്റിൻ്റെതും കൂടെ അമ്മയും മാമിയും കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
സൈഡ് എടുക്കേ, സൈഡ് ക്യാമ്പിൽ എടുക്കണേ. കളങ്ങളില് അപ്പോൾ ദാ എൻ്റെ പൊങ്കാലത ഇവിടെ നമ്മുടെ തിളച്ചൊക്കെ പൊങ്ങിയിട്ടുണ്ട്. സംഭവം എല്ലാം ആയിട്ടുണ്ട്. അതിലിനി കുറച്ച് പഴമൊക്കെ ഇട്ട് ഞാൻ സെറ്റാക്കി. ലാസ്റ്റ് ഇതാ ഈ ഒരു രൂപത്തിലായി. അങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ അടച്ചു വെച്ചു. നമുക്ക് പിന്നെ അന്നദാനം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതാ കൊടുക്കുന്നുണ്ടേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതാ നീന്തിക്കാനുള്ള സമയമായിട്ടോ. അപ്പോൾ അതാ പോറ്റി വരുന്നുണ്ട്. അപ്പം ഇതാ ഞാനും എൻ്റെ അനിയനും കൂടെ പുഷ്പാഭിഷേകത്തിലും കാര്യങ്ങൾക്കൊക്കെ നമ്മളിതാ പൂ എടുക്കാനായിട്ട് പോവുകയാണേ. എടുത്താൽ മതി. അപ്പം നമ്മളിതാ പൊക്കോണ്ടിരിക്കുക. ഇവിടെ ഇതൊക്കെ നമ്മളൊരു ഇതിൻ്റെ പാർട്ടാണ്. അപ്പോൾ ഗൈസ് ഞാൻ ഇറങ്ങി നിൽക്കുന്നത് തട്ടപൂജയ്ക്കുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ദേവി ഇറങ്ങാൻ ടൈമായി. അപ്പോൾ നമുക്കത് കാര്യങ്ങളൊക്കെ ഒരുക്കാനായിട്ട് പോകണ്ടേ, അതിന് വേണ്ടിയിട്ടാണേ.
ഉദ്ദേശിക്കണേ? അപ്പോൾ ഗൈസ് പിറ്റേ ദിവസം ഞങ്ങൾ ദേവി ക്ഷേത്രത്തിനകത്ത് കയറുന്നതും കാണാനായിട്ട് വരും കേട്ടോ. എല്ലാ പ്രാവശ്യവും ഉള്ളതാണ്. അത് കാണാനായിട്ട് ഞാനും മാമിയും കൂടെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പം ദേവി അകത്ത് കയറിയിട്ട് ഒരു വലത് നമ്മുടെ ക്ഷേത്രത്തിനുള്ളിൽ വലത് വയ്ക്കും. നോർമലി 3 വലതാണ് മുന്നേ വരെ വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പം സമയത്തിൻ്റെ ഒരു ഇത് കാരണം ഒരു വലതായി ദേവി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇരിക്കുമ്പോൾ എങ്ങനെ കാണും? ആറ് വായിച്ചു